എല്ലാവർക്കും നമസ്കാരം. വളരെ നടുക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം, നമുക്കെല്ലാം വിഷമമുണ്ടാക്കുന്ന, ക്ഷേത്രത്തിലും പള്ളികളിലും ഒക്കെ പോകുന്ന വിശ്വാസികൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന, മാനസിക വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊരട്ടി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. നമുക്കറിയാം, മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രം ഇപ്പോൾ അവിടെ നവരാത്രി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഈ കലാപരമായിട്ടുള്ള കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ സംഭവിച്ച സംഭവം, ഇവിടുത്തെ പൂജാരിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഈ പൂജാരിയുടെ പേര് കെ അശ്വന്ത്, സൺ ഓഫ് പ്രകാശൻ, അഴിക്കോട്, കണ്ണൂർ. ഈ വിലാസത്തിലുള്ള ആളാണ് ഈ മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏകദേശം 2.5 വർഷത്തോളമായിട്ട് ഇപ്പോൾ ഈ പൂജാരിയായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഈ ക്ഷേത്ര ഭാരവാഹികൾക്കോ മറ്റോ അറിയുന്നില്ല. അവരൊരു പരസ്യം കൊടുത്തു. ആ പരസ്യം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂജാരി ഇവിടെ സേവനമനുഷ്ഠിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ എത്തിച്ചേർന്നതിന് ശേഷം ഇദ്ദേഹം അവിടെ നടത്തുന്ന ഇടപെടലിലൊക്കെ തന്നെ ചെറിയ സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അറിയിക്കാതെ തന്നെ ഈ പൂജാരി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വരുന്ന പരിപാടികൾ അവതരിപ്പിക്കാൻ വരുന്ന കലാകാരന്മാർക്ക് പണം കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ പണം കൊടുക്കാൻ വരുന്ന ആളുകൾ ഗൂഗിൾ പേ അല്ലാതെ ഈ പൂജാരിയായിട്ടുള്ള അശ്വന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് പണം നേരിട്ട് കൊടുക്കുന്നു. അവർക്ക് പണം ക്ഷേത്രസമിതിയിലേക്ക് എത്തുന്നില്ല. പലർക്കും പരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് പണം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രസമിതി കുറേ കൂടി ജാഗ്രതയോട് കൂടിയിട്ട് ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ഇതിനെ തുടർന്നാണ് ക്ഷേത്രത്തിൽ കാലാകാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വർണവും മറ്റും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണ് സൂക്ഷിക്കുന്നത്. അവിടെയാണ് ഈ പൂജാരി മിക്കവാറും സമയം ഇരിക്കുന്നത്. ആ ശ്രീകോവിലിൽ ഏകദേശം സ്വർണ്ണങ്ങൾ അവിടെ കാണിക്കയായി ലഭിച്ചിട്ടുള്ളതെല്ലാം സൂക്ഷിക്കുന്നത് അവിടെയാണ്. ഈ സ്വർണം കാണാനില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ക്ഷേത്രസമിതി ഭാരവാഹികൾ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഈ പൂജാരി അശ്വന്ത് എന്ന് പറയുന്ന ഈ പൂജാരിയോട് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് അദ്ദേഹം കാര്യങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുന്നത്. അദ്ദേഹം ഉത്തരങ്ങൾ കൃത്യമായി പറയാതിരുന്നത്. ഒടുവിൽ ഈ മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികൾ വളരെ കർക്കശമായി തന്നെ ഈ വിഷയങ്ങൾ സംസാരിച്ചു. ഇതിനെ തുടർന്ന് അറിയാൻ സാധിച്ചത്, ചാലക്കുടിയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഈ സ്വർണം ഏകദേശം 3 പവൻ്റെ അടുത്ത് വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിരിക്കുകയാണെന്നാണ്. അതിനെ തുടർന്ന് കൊരട്ടി പോലീസിനെ അറിയിക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അറിയുന്നത്, ഇദ്ദേഹം എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സമാനമായ 2 തട്ടിപ്പ് കേസുകളിലും ഇയാൾ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ഈ തട്ടിപ്പ് പരിപാടികൾ നടത്തിയിട്ടുള്ള വ്യക്തി ആണെന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ പല കേസുകളും ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പലരും ഇദ്ദേഹത്തിനെതിരെ മുൻപേ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ധന്യമായ ഒരുപാട് വിശ്വാസികൾ, ആ വിശ്വാസികളുടെ മനസ്സിലാണ് ഈ മനുഷ്യൻ കളങ്കം കോരിയിട്ടിരിക്കുന്നത്. ഈ പൂജാരി എന്ന് പറയുന്ന ഈ അശ്വന്ത് കെ എന്ന് പറയുന്ന വ്യക്തി മഹാ തട്ടിപ്പുകാരനാണ്. ഒരു തട്ടിപ്പുകാരനായ വ്യക്തി, അതും ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തെ പരിപൂർണമായിട്ട് കളങ്കിതമായ അവസ്ഥയിലേക്ക് മാറ്റി വിശ്വാസികളുടെ മനസ്സിൽ മുഴുവനും ഇതുപോലെയുള്ള വിശ്വാസികൾ മുഴുവൻ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇപ്പോൾ വിശ്വാസികളാകെ, ഈ മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശ്വാസികൾ ആകെ വിഷമത്തിലാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തട്ടിപ്പ് വീരന്മാരും കള്ളന്മാരും തിരിച്ചറിയിട്ട് അവർക്കെതിരെ സ്വീകരിക്കട്ടെ. പോലീസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താനുള്ളത്, നമുക്കറിയാം ഈ ക്ഷേത്ര പൂജാരികളെ മറ്റൊക്കെ കണ്ടെത്തുന്നത് പലപ്പോഴും അവരുടെ പഴയകാല ചരിത്രം ഒന്നും നോക്കാതെ തന്നെ ഈ പരസ്യം കൊടുത്തു വരുന്ന ആളുകളെ പൂർണ്ണമായിട്ട് ചെറിയ ക്ഷേത്രങ്ങൾ അവരെ സ്വീകരിക്കുകയാണ് പതിവ്. പക്ഷേ ഒരിക്കൽ കൂടി പറയുന്നു, ഈ സ്വർണ്ണങ്ങളും മറ്റു കാര്യങ്ങളും കാണിക്കയായി കിട്ടുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ക്ഷേത്ര സമിതികൾ ഈ പൂജാരിമാരെ സെലക്ട് ചെയ്ത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ വെക്കാൻ എന്നുള്ള കാര്യം കൂടി ഈ സംഭവത്തിൽ നിന്ന് വെളിവാക്കപ്പെടുന്നു. എന്തായിരുന്നാലും കണ്ണൂർ അഴിക്കോട് സ്വദേശി അശ്വന്ത് കെ എന്ന് പറയുന്ന തട്ടിപ്പ് വീരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത്. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ കഴിഞ്ഞ 2 വർഷമായിട്ട് ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയും ഭക്തജനങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവനായിട്ട് മാറുകയും എല്ലാ നിലയ്ക്കും നല്ല സ്വാധീനം ഭക്തജനങ്ങളുടെ ഇടയിൽ വരുത്തിയിരുന്ന ഒരാളാണ് ഞങ്ങൾക്ക് വളരെ വേദനയും മനോവിഷമവും ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ചില പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു തർക്കം, സാമ്പത്തികമായിട്ടുണ്ടായിട്ടുള്ള തർക്കവും തുടർന്ന് ചില വഴിപാടുകളോ അല്ലെങ്കിൽ മറ്റു സാമ്പത്തികമായിട്ടുള്ള ചില ഇടപാടുകളെക്കുറിച്ച്, ചില ഫോൺ നമ്പറുകളെക്കുറിച്ച് സംശയം ഉണ്ടായ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളൊന്നൊരു അന്വേഷണം നടത്തിയ സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചത്. നേരത്തെ ജോലി ചെയ്തിരുന്ന ഉദയംപേരൂർ ക്ഷേത്രം, അതുപോലെ തന്നെ പാലാരിവട്ടത്തെ പേരറിയാത്തൊരു ദേവീക്ഷേത്രം എന്നീ സ്ഥലങ്ങളിൽ തിരുവാഭരണങ്ങൾ മറ്റു ലോഹത്തിൽ പുനർനിർമ്മിച്ചുകൊണ്ട് വെച്ചുകൊണ്ടുള്ള കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പോലീസ് തലത്തിൽ അന്വേഷിച്ച സമയത്ത് ഉദയംപേരൂർ സ്റ്റേഷനിൽ നിന്ന് FIR പ്രകാരം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങളുണ്ടെന്നുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചു.
തുടർന്ന് ഇന്ന് രാവിലെ ക്ഷേത്ര നട അടയ്ക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഒന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ട സമയത്താണ് അത് എല്ലാ കമ്മിറ്റിക്കാരും ഒരുമിച്ച് വന്നാൽ തരുമെന്നുള്ള ആദ്യം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ ബലമായിട്ട് ചോദിക്കുന്ന സമയത്ത്, പോലീസ് സാന്നിധ്യത്തിൽ ചോദിക്കുന്ന സമയത്താണ് ക്ഷേത്രത്തിലെ 3 പവനോളം വരുന്ന തിരുവാഭരണങ്ങൾ അദ്ദേഹം എടുത്തു കൊണ്ടുപോയി, അല്ലെങ്കിൽ എടുത്ത് മറ്റ് പണയം വയ്ക്കുകയോ വിൽക്കുകയോ എന്തൊക്കെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തുടർന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് പോലീസ് നടപടികൾക്ക് നീങ്ങുകയും നിലവിൽ പോലീസിലെ കേസ് രജിസ്റ്റർ ചെയ്ത് എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്നതായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള പൂജാവിധികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാ കാലത്തും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന ക്ഷേത്രം അത് വളർച്ചയുടെ പാതയിലായിരുന്നു. അതിന് രീതികൾക്കുള്ള കാര്യങ്ങൾ ചെറിയ സമയത്തെങ്കിലും ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായിട്ടുള്ള വിഷമമുണ്ട്.